അഴിമതി കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി നൽകിയ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടിന്റെ നടപടി കർണാടക ഹൈക്കോടതി ശരിവച്ചു. ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. ഇനി സിദ്ധരാമയ്യയ്ക്ക് രാജിവെക്കുകയേ മാർഗമുള്ളൂ. അല്ലെങ്കിൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ചെയ്തതുപോലെ അധികാരത്തിൽ കടിച്ചു തൂങ്ങണം. കോടതി വിധി വന്നതോടെ കർണാടക കോൺഗ്രസിലെ സിദ്ധരാമയ്യയുടെ എതിരാളികളും കരുത്തരായി. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും മറ്റു ചിലരും മുഖ്യമന്ത്രി പദത്തിൽ കണ്ണും നട്ട് കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ BJP സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചാണ് കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. ഇപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരും അഴിമതി ആരോപണത്തെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മൈസൂർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിലെ കോടികളുടെ അഴിമതി കേസിലാണ് അന്വേഷണം ആവശ്യമാണെന്ന് കോടതി കണ്ടെത്തിയത്. ഗവർണറുടെ അനുമതി നേടിയ 3 പരാതിക്കാരായ പ്രദീപ് കുമാർ SP, TJ അബ്രഹാം, സ്നേഹമയി കൃഷ്ണൻ എന്നിവരുടെ നടപടി ശരിയാണെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് M നാഗപ്രസന്ന പറഞ്ഞു. അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 17A പ്രകാരമാണ് പരാതിക്കാർ ഗവർണറെ സമീപിച്ച് അനുമതി നേടിയത്. ഇക്കാര്യത്തിൽ ഗവർണർക്ക് സ്വതന്ത്ര തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടെന്ന് കോടതി പറഞ്ഞു. സിദ്ധരാമയ്യയുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് ഇവിടെ നേട്ടമുണ്ടായിരിക്കുന്നതെന്നും കോടതി കണ്ടെത്തി. സെക്ഷൻ 17 പ്രകാരമോ CRPC സെക്ഷൻ 200 പ്രകാരമോ ഭാരതീയ ന്യായ സംഹിത 220 പ്രകാരമോ പൊതുസേവകനെതിരെ പരാതി നൽകാൻ പോലീസുകാരൻ്റെ ആവശ്യമില്ല. സാധാരണഗതിയിൽ മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ ഗവർണർക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാം. ഈ കേസ് അങ്ങനെയൊരു പ്രത്യേക സാഹചര്യത്തിലാണെന്നും കോടതി പറഞ്ഞു. ഗവർണറുടെ നടപടിയിൽ യാതൊരു ക്രമക്കേടുമില്ല. ഗവർണർ ഇവിടെ മനസാന്നിധ്യം കാണിച്ചിട്ടില്ലെന്ന പരാതി ശരിയല്ല, മറിച്ച് കൂടുതൽ മനസാന്നിധ്യം കാണിച്ചെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. മുഡ കേസിൽ ഗവർണറുടെ പ്രോസിക്യൂഷൻ അനുമതി റദ്ദാക്കണമെന്നായിരുന്നു സിദ്ധരാമയ്യയുടെ ആവശ്യം. ഇക്കാര്യത്തിലുള്ള ഹൈക്കോടതി വിധി വരുന്നതുവരെ സിദ്ധരാമയ്യക്കെതിരെ നടപടി നിർത്തിവെക്കാൻ നേരത്തെ, അതായത് ആഗസ്റ്റ് 19 ഹൈക്കോടതി വിചാരണ കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ഗവർണറുടെ വിവേചനാധികാരം പരിമിതമാണെന്നായിരുന്നു സിദ്ധരാമയ്യയുടെ വാദം. ആഗസ്റ്റ് 17 സിദ്ധരാമയ്യക്കെതിരെ ഗവർണർ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നത്. 3000 മുതൽ 4000 കോടി വരെ ഉള്ള അഴിമതിയാണ് മുഡയിൽ നടന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. 2010 സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് 3.2 ഏക്കർ സ്ഥലം അവരുടെ സഹോദരൻ നൽകുന്നതോടെയാണ് സംഭവം ആരംഭിക്കുന്നത്. എന്നാൽ ഉടൻ തന്നെ ഈ സ്ഥലം മൈസൂർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഏറ്റെടുക്കുകയായിരുന്നു. നഷ്ടപരിഹാരമായി പാർവതിക്ക് പകരം പ്ലോട്ടുകൾ നൽകുകയാണ് മുഡ ചെയ്തത്. 14 പ്ലോട്ടുകളാണ് ഇങ്ങനെ നൽകിയത്. എന്നാൽ പാർവതിക്ക് നൽകിയ പ്ലോട്ടുകൾ ഏറ്റെടുത്ത ഭൂമി വിലയേക്കാൾ വളരെ വില കൂടിയതെന്നാണ് ആരോപണം. 3000 കോടി മുതൽ 3500 കോടി വരെ അധികം വിലയുള്ള ഭൂമിയാണ് സിദ്ധരാമയ്യയുടെ മറ്റ് കുടുംബാംഗങ്ങൾക്കും ലഭിച്ചത്.